പകൽ പോയി മറയുന്നു നാഥ. ശ്രമകരദേഹാധ്വാനങ്ങൾ ചെയ്തിട്ടടിയാർ വിശ്രമമടയുന്നു. ലൗകിക ചിന്ത ഭാരങ്ങൾ കൂടാതടിയാർ തിരുസവിധേ മാനസശാന്ത്യ വരുവാൻ വരമരുൾക. നിഖിലേശാരക്ഷ നാഥ. ഈ സന്ധ്യാസമയത്തടിയാർ നിന്തിരുകൃപയെ സാമോദം വാഴ്ത്തും. നിത്യസ്തുതി കർത്താവിനും താതവിശുദ്ധാത്മാവിനും ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. തിരുസുതാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാട് കരുണയുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധാത്മേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ തിന്മ വിട്ട് നമ്മളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഫലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ കന്യകമർത്ത മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ബാറയ്ക്കുമോ പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൻ്റെയും നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, സർവശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കിക്കളയണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. ജയമുള്ള ആയുധമാകുന്ന നിന്റെ സ്ലീബ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ.
നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ആവലാതി നീ കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവാനേ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടു? നിന്നെ അല്ലാതെ ഞങ്ങൾ ആരെ വന്ദിക്കേണ്ടു? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീ അല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ, നീ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തേണമേ. തിരുവുള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവുള്ളക്കേടുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തതപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചുവെങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയവും കണ്ണുനീരുകളും തരണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരോടും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. ആമീൻ. Most respected Tirumeni, Achans, brothers and sisters in Christ. First of all, I would like to thank everyone in Theo Ministry who have given me a chance to speak. As we journey through Lent, we have crossed half Lent period. Through the Great Lent, we are progressing towards the festival of the resurrection of Christ, the Feast of Feasts. Today we commemorate Christ's fasting before his public ministry and his blessed passion during this Lent and make use of it for 50 days of our complete spiritual renewal. There are many spiritual exercises which help us to grow in Christ. Holy sacraments like baptism, confession, kurbana, etc., fasting and Lents, prayers, meditations, teaching and preaching in the church, etc., are preparing a ground for receiving grace from God for this growth. These spiritual exercises and especially Lents can be compared to the stone jars into which water was poured according to the instruction of our Lord at the wedding in Cana. St. John chapter 2:7. By being in those stone jars, water could meet its creator and he could transfer it to a tasty wine. Stone jar prepared a ground for the transformation, but the source of that change was God only. Likewise, we are supposed to be poured into Lent for being transformed by God. Lent is a training for simple life. In the book of Isaiah, there is an enlightening description about the Lent which is pleasing to God. Is it not this, the fast that I have chosen, to loose the bands of wickedness, to undo the heavy burdens, and to let the oppressed go free, and that you break every yoke? Is it not to deal your bread to the hungry, and that you bring the poor that are cast out to your house? When you see the naked, that you cover him, and that you hide not yourself from your own flesh. Lent is a powerful weapon for our unseen spiritual warfare. It is the human tendency to fight always, but its proper orientation is not against the other people but against evil within us, in evil in the society. God is helping us to conquer passions like hatred, jealous, greed, lust, etc. through Lent.
Lent is a time when we cooperate with God for the nourishment of our inner being. It is natural to be preoccupied with physical and mental pleasures and nourishment, but the obstinacy during Lent indicate the shift of focus and we give extra care to the nourishment of our spirit. The inner spiritual icon, which is like an internet explorer in a computer to get connected to a magnificent transcendent world. During Lent, we give more time for Bible reading, meditation, and prayer so that our spirit is purified and enriched by God, the life giving food of our inner life. John chapter 14:26 says, "But the Helper, the Holy Spirit, whom the Father will send in my name, he will teach you all things and bring to your remembrance all that I have said to you." What a God and what a Savior we have in Jesus Christ. The perfecter of our faith promises us a spiritual life through the Holy Spirit. God created us and Jesus gave us the salvation we needed to have access God. The Holy Spirit keeps us connected to God. God has done his part. We only have to follow his simple instruction to pray, to meditate his words and seek guidance from fellow believers. Our faith is not very complicated to understand and follow. We were in sin with no hope, out of the camp of the rebels of God, with no hope and no future. Then God sent his Son to die on the cross for my salvation, your salvation, so that we have a life in eternity with God. And the verse says, to the advocate, the Holy Spirit, will remind us all things that Jesus taught us. And what does Jesus teach us? To love one another, to humble ourselves, to live a life pleasing to God, to be transformed by the renewal of mind and offer our bodies as living sacrifice. What is my response today? Have I spent enough time reflecting on God's words? Have I set aside time to pray? Have I cared for someone else? Have I reached out to someone to show God's love? Have I taken time to reflect on my relationship with God is today? Have I used all my God given talent for this kingdom? May the Holy Spirit help me to come closer to God and help me and all everyone who are listening me to walk in the light of the God. Thank you. യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ നിന്മാറിലല്ലാതില്ലേനിക്കു വിശ്രമം വേലേ ഈ പാരിലും പരത്തിലും നിസ്തുല്യൻ പ്രിയൻ എൻ രക്ഷകനായ ദൈവമേ നീയല്ലാതില്ലാരും നിന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടേ
എന്നേശു കർത്താവേ, എൻ രക്ഷകായും ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. All praises and glory be to the triune God. Our dearly beloved Tirumeni, His Grace Givargis Mar Kurilos, Reverend Fathers of all churches, Very Reverend Father Cor Episcopas, and all my Christian brethren. In the situation that we are all going about and the unpredicted circumstances that we are facing, I would like to confirm all God's children to believe in His promises, the Word of God, all the more strongly. I would like to reflect upon the verse, Psalm 91 verse 7, which says, 1,000 may fall at your side, 10,000 at your right hand, but it will not come near you. When I sing this Malayalam song, വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. It gives me total confidence on my God's protection. Psalm 91 is a powerful declaration of the safety and shelter that you and I can live in, knowing that we are living under the constant care of the Almighty God. It is a psalm of protection. In today's promise, the psalmist tells us that we can live in a state of safety in even the most stressful of circumstances. Just imagine living in such a place of security and protection that we could feel safe from harm, though thousands were falling around us. The psalmist tells us that those who live under the shadow of the Almighty can expect such safety. Let's try to imagine how this might apply to our everyday life situation, especially the present world scenario. Could we see oneself as being completely and absolutely insulated from the fear and anxiety that others are experiencing, simply because we have made God our dwelling place? My prayer for each one of us today is that the answer is yes. So, brethren, as God's children, the Bible says we have nothing to fear at all. Psalm 41 verse 10 reads, "Do not fear, for I am with you. Do not be afraid, for I am your God. I will strengthen you. I will help you. I will uphold you with my virtuous right hand." St. John chapter 3 verse 16 is one of my favorite verses, and I meditate on it all the time. It says, "For God so loved the world that He gave His only Son, so that everyone who believes in Him may not perish but may have eternal life." St. John 3:16 is one of the most quoted, most loved Bible verses in the New Testament. The foundation of this much loved verse is and always will be the love of our Abba Father. For God so loved the world. The word "so," though it is only a two-lettered word, its impact is very great. It reveals the agape love of a father. It was the great love of a heavenly Father that caused Him to give up His most treasured possession, the life of His only begotten Son, so that we too could share in Jesus' eternal life. What a glorious promise! We were loved so much by God that He gave up all that He loved in order to gain our love. Now let me encourage you with some facts. The Bible scholars says that 366 times this promise of "do not fear" is given in the Bible, which shows how caring our Lord God is. One promise each for 365 days, and a loving God has taken care of even the leap year. Dear brethren, the Bible is full of the promises of God. Again, it is said that there are 1260 promises in the Bible. In Revelation chapter 12, we read about 1260 days of tribulations. Again, one promise each for 1260 days. Amazing love and care. Our God is true to His promises.
with all the surety, we can totally rely on this sovereign God, our Creator, Protector, Sustainer, and Provider, who is the wonderful Counselor, Redeemer, Mighty God, Everlasting Father, who is the Prince of Peace. So, brethren, let's do the will of God and believe in all His promises, because only if we believe can we receive. As we read in 1 John 2, verse 17, and the world and its desire are passing away, but those who do the will of God live forever. We live in a temporal society, here today, gone tomorrow. Things rust, thieves break in and steal. Economics crash, unpredictable pandemic situation. There is nothing in this life that will last forever. The Bible says that even the heavens and the earth will one day be recreated. We are encouraged in God's word to look at the unseen things and not the things that are seen, the eternal things, not the temporal and the worldly things. Much of the world's focus is in the realm of the temporal things: what we wear, where we live, what car we drive, how much money is in the bank, etc. etc. But God makes an unshakable promise that has nothing to do with the temporal things of this world. Those who do the will of a loving God and Father will live forever. What a promise! Dear brethren, let us learn this Lenten season to live by the word of God. Let us learn and meditate on it and proclaim it. We are the sons and daughters of God, no doubt. So if we neglect speaking the word of God, then we'll never see what the word of God can do in our life. Psalm 107 verse 20 says, He sent out His word and healed them and delivered them from destruction. Psalm 107 is the thanksgiving for deliverance from many troubles. We understand from St. John chapter 1 verse 1 that the word and God are the same. We cannot separate God from His word. In the book of Genesis, we see God said and God created. How did God make it? By God said. St. John 1:14 says, And the word became flesh and lived among us, and we have seen His glory, the glory of a Father's only Son, full of grace and truth. So, dear brethren, in this blessed period of great Lent, let's give voice to the word of God. We have the God-given authority, which is given by the grace of God, to speak and to give voice to God's words and watch the results. Words are the most important thing in the universe. The universe came out of words. So let's have faith in the word of God, because words are spiritual containers. Psalm 107 verse 21 says, Let them thank the Lord for His steadfast love, for His wonderful works to humankind. So may we fix our eyes on Jesus, the author and perfecter of our faith, and seek to simply be obedient to what He calls us to do at this moment. Because of Jesus, we have a promise to live forever in His glorious kingdom. Saint Paisios of Mount Athos had said, Completely have trust in God, leave everything in His hands, and believe that His love will act for our own benefit. Then God will take care of everything, because there is nothing He cannot do. Everything is easy for Him. The difficult thing is for man to decide to humble himself and leave everything to God's providence and love. So my prayer today is, may each one of us be able to see with our spiritual eyes today that promise of God is not only for the future but for the present as well. God bless us all. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്ത് അടിയങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ അവസരമൊരുക്കി തന്ന തിയോ മിനിസ്ട്രിയോടും അഭിവന്യ കൂറിലോസ് തിരുമേനിയോടും തിയോ മിനിസ്ട്രിയിലെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പരിശുദ്ധ നോയമ്പിൻ്റെ ഈ കാലയളവിൽ ആ കനാന്യ സ്ത്രീയെ പോലെ കർത്താവേ ദാവീദ് പുത്ര എന്നോട് കണ്ണു തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള നോയമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടൻ്റെ നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നു. എല്ലാ ദുഷ്ടൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും വിടുവിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. COVID-19 എന്ന മഹാമാരിയെ പൂർണ്ണമായി തുടച്ചു മാറ്റുന്നതിനായി പ്രാർത്ഥിക്കുന്നു.
എല്ലാ കോവിഡ് രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ ബാബാ തിരുമേനിയെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് നെഗറ്റീവ് ആയെങ്കിലും പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നതിനും സഭയെ നയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഈ വചനത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ എല്ലാ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മുംബൈ ഡയോസിസിലെ എല്ലാ ഇടവകളെയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും എല്ലാ ആത്മീയ സംഘടനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാരകരോഗത്തിൻ്റെ പിടിയിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരുളിയ കർത്താവേ, എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ജോലി തടസ്സം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. വിവിധ തടസ്സം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി ഭാരപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നുവെന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കൃപയോടെ കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും, പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.